ഉള്ളതായ വസ്തുക്കളെ പുരാവസ്തു എന്ന് പറയുന്നു. പുരാതനവും പഠിച്ചിട്ടൊന്നും തലയിൽ കയറുന്നില്ല. ഈ കുന്തം ഉണ്ടാക്കിയതിനെയൊക്കെ മടല് വെട്ടി തരണം. എടി, പഴയ വസ്തുക്കളെയാണ് പുരാവസ്തുക്കൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്റെ വീടിന്റെ പണി കഴിഞ്ഞപ്പോ പഴയ സാധനങ്ങളെല്ലാം എടുത്ത് ആക്രിക്കാർക്ക് കൊടുത്തു. എല്ലാം പുതിയതാ. അപ്പൊ നിന്റെ അപ്പൂപ്പനോ? ഏകദേശം ഒരു 70-75 വർഷമൊക്കെ പഴക്കം കാണും. അതിനെയും കൊടുത്തോ? നോ മാഡിയാർ, അതിനെ അവർ എടുക്കത്തില്ല. ആ പിന്നെ ഇന്നലെ അപ്പൂപ്പന് പെൻഷൻ കിട്ടിയപ്പോ എനിക്ക് കോംപ്ലാൻ വാങ്ങിച്ചു തന്നു. ഇനി മുതൽ ഐ ആം എ കോംപ്ലാൻഡർ. ആ പിന്നെ അപ്പൂപ്പൻ പറയുക, കോംപ്ലാൻ കഴിച്ചാൽ മതി കാവ്യമാധവനേക്കാളും ഹണി റോസിനേക്കാളും സുന്ദരിയാണ്. നിന്റെ അപ്പൂപ്പനാണ് കൊള്ളാമല്ലോടി. പിന്നെ ഞാൻ ജനിച്ചപ്പോ എല്ലാരും പറയുന്നത് ഞാനിരിക്കുന്നത് കാവ്യമാധവനെ കൂട്ടാണെന്ന്. ഈ മറുകു പോലെ. ഒന്ന് പോടി. നീ മാത്രമല്ല, ഞങ്ങളെല്ലാവരും ഇരിക്കുന്നത് കാവ്യമാധവൻ ഇരിക്കുന്ന പോലെ തന്നെ. ഇനി വേറെ രീതി ഇരിക്കാനൊന്നും ആരും കണ്ടുപിടിച്ചിട്ടില്ല. അത് നിന്റെ മാർഗം എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട. നല്ല വെള്ള പേപ്പർ കറുത്ത മഷി കൊണ്ട് ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ പുറത്തുകൂടെ ആ ടീച്ചർ വൃത്തികേടായിട്ട് 50-ൽ 5 എഴുതി വെച്ചേക്കുന്നു. വീട്ടിൽ നല്ലത് വീട്ടിൽ കാണും. വീട്ടിൽ നടി ഇട്ടാതിരിക്കാൻ ടീച്ചറിന്റെ പേരെ അടിച്ചു മാറ്റി 50-ൽ 50 ഇടാൻ ഞാനൊരു ശ്രമം നടത്തി. പക്ഷെ പൂജ വീണ്ട സ്ഥാനം മാറിപ്പോയി. 50-ൽ 5 പോലും കിട്ടിയില്ലെന്നും പറഞ്ഞ് അമ്മ എനിക്ക് ചോറ് പോലും തന്നില്ല. വേണ്ടായിരുന്നു, തിരുത്തണ്ടായിരുന്നു. ആട്ടെ, നിന്റെ മാർക്ക് എത്ര? തിരിക്കുറവാ. എന്നാലും ഒരു പൂജ വിട്ട് അമ്മയെ പറ്റിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിനക്ക് പറ്റിയ അബദ്ധം. ഇല്ല, അറിയാത്ത പിള്ളെ ചൊറിയുമ്പോ അറിയും. എടി, ഞാൻ ഇന്നലെ ടേബിളിൽ ഇരുന്ന് പഠിക്കുമായിരുന്നു. അവിടെ ഒരു മുട്ടയിരുന്നു. ബോറടിച്ചപ്പോ ഞാൻ അതേ കീടാണൂനെ വരച്ചു. ഇന്നലെ വീട്ടിലെല്ലാവരും ആരാണ്ട് കൂടുപത്രം ചെയ്തു വെച്ചെന്നും പറഞ്ഞ് അമ്പലത്തിൽ പോയേക്കുവാ. വീട്ടിലാണെങ്കിൽ ഒന്നും ഉണ്ടാക്കിയില്ല. അവരുടെ വെപ്ലാറും ഓട്ടോ ഒക്കെ കണ്ടിട്ട് ഞാനാ അതേല് കീടാണൂനെ വരച്ചെന്ന് പറയാനും തോന്നുന്നില്ല. എന്നിട്ട് ആ മുട്ട എന്തിയേ? അവരെ കാത്തിരുന്നിരുന്ന് എനിക്ക് വിഷം. ഞാൻ ആ മുട്ട അങ്ങ് വറുത്തു തരും. അത് നന്നായി. ഇനി നിനക്ക് ദിവസം അമ്പലത്തിലെ പായസവും ഉണ്ണിയപ്പവും തിന്നാവല്ലോ. എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ. ഇതാരോടും പറയണ്ട കേട്ടോ. ഇതെങ്ങാനും വീട്ടിലറിഞ്ഞാലുള്ള എന്റെ അവസ്ഥ. സത്യം, ഞാൻ ആരോടും പറയത്തില്ല. ഞാനും ഇനി ഒരു മുട്ടയില് കീടാണുനെ വരച്ചിട്ട് എന്റെ മാവ് കുറച്ച് ടീച്ചറിന്റെ ബാഗിൽ കൊണ്ടിടും. എന്റെ ദൈവമേ, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല,